പുളിയക്കോട് AUP സ്കൂളിന്റെ ന്യൂസ് 8 PM സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ഫാത്തിമ റോയൂഫ്. പ്രധാന വാർത്തകൾ. പുളിയക്കോട് AUP സ്കൂൾ 100ാം വർഷത്തിലേക്ക്. ശതാരവം എന്ന പേരിൽ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന 100 കർമ്മ പരിപാടികൾ. LKG UKG കുട്ടികൾ പുതിയ അധ്യയന വർഷം മുതൽ പുതിയ കെട്ടിടത്തിലേക്ക്. ആവേശത്തിന്റെ കൊടുമുടിയിൽ PSL ഫുട്ബോൾ ടൂർണമെന്റ് സമാപിച്ചു. ടെക്സ്റ്റ് ബുക്ക്, യൂണിഫോം, നോട്ട്ബുക്ക് വിതരണം അവധിക്കാലത്ത് പൂർത്തീകരിക്കുമെന്ന് പ്രധാനാധ്യാപകൻ. 2025-26 അധ്യയന വർഷം പുളിയക്കോട് AUP സ്കൂളിലെ കുട്ടികൾക്ക് പുത്തനുണർവും പുത്തൻ അനുഭവവും നിറഞ്ഞതാകുമെന്ന് സ്കൂൾ അധികൃതർ. വാർത്തകൾ വിശദമായി. 1926 തുടങ്ങിയ പുളിയക്കോട് AUP സ്കൂൾ അതിന്റെ 100ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. തറവാട്ടിലെ കുട്ടികൾക്ക് അക്ഷരാഭ്യാസം സ്വായത്തമാക്കുവാൻ വേണ്ടി തുടങ്ങിയ സംരംഭം ഇന്ന് 100 വർഷക്കാലം വിജയകരമായി പൂർത്തീകരിക്കാൻ പോവുകയാണ്. ഒരു നാടിന്റെ അക്ഷരമുത്തശ്ശിയായി ഇന്നും നിറദീപമായി നിൽക്കുന്ന പുളിയക്കോട് AUP സ്കൂളിന്റെ 100ാം വാർഷികം ശതാരവം എന്ന പേരിൽ വിവിധമാർന്ന പരിപാടികളോടെ ആഘോഷിക്കുകയാണ്. കഴിഞ്ഞ ദിവസം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സെഞ്ചുറിയ എന്ന പേരിൽ ചേർന്ന രക്ഷിതാക്കളുടെയും നാട്ടുകാരുടെയും അധ്യാപകരുടെയും മാനേജ്മെന്റിന്റെയും സംയുക്ത യോഗം വിവിധമാർന്ന പരിപാടികൾക്ക് രൂപം നൽകി. ഞങ്ങളുടെ പ്രതിനിധി ആശ്മിയിലേക്ക്. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് പുളിയക്കോട് സ്കൂളിന്റെ ഓഡിറ്റോറിയത്തിലാണ്. നമ്മുടെ സ്കൂളിന്റെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് രക്ഷിതാക്കളുടെയും നാട്ടുകാരുടെയും ഒരു കൂട്ടായ്മയാണ് ഇവിടെ നടക്കുന്നത്. മെയ് 3 മുതൽ 2026 ഏപ്രിൽ 2 വരെ നീണ്ടു നിൽക്കുന്ന 100 വൈവിധ്യമാർന്ന പരിപാടികൾക്കാണ് കഴിഞ്ഞ ദിവസം രൂപം നൽകിയത്. സെഞ്ചുറിയ എന്ന പേരിൽ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ചേർന്ന യോഗത്തിൽ പ്രധാനാധ്യാപകൻ ശ്രീ N. പ്രദീപ് കുമാർ സ്വാഗതം പറഞ്ഞു. സ്കൂൾ PTA പ്രസിഡന്റ് ശ്രീ അബ്ദുൽ അസീസ് മുക്കൂടൻ അധ്യക്ഷനായി. ചടങ്ങിൽ കുയ്മണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി രജനി ടീച്ചർ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. നാട്ടിലെ സാമൂഹിക, രാഷ്ട്രീയ, സാംസ്കാരിക മേഖലയിലെ വിവിധ പ്രതിനിധികൾ 100 കർമ്മ പരിപാടികൾക്ക് രൂപം നൽകി. ശ്രീ MP ശിവാനന്ദൻ മാസ്റ്റർ ജനറൽ കൺവീനറായും ശ്രീ അബ്ദുൽ അസീസ് മുക്കൂടൻ ചെയർമാനായും പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ തീരുമാനമായി. ഈ പരിപാടിയെ കുറിച്ച് HM പ്രദീപ് മാസ്റ്റർ നമ്മോട് സംസാരിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ സ്കൂളിൻ്റെ 100ാം വാർഷികാഘോഷ പരിപാടികൾ ശതാരവം 2K26 ഇന്നു മുതൽ 2026 മാർച്ച് 31 തീയതി വരെ നീണ്ടു നിൽക്കുന്ന 100 കർമ്മ പരിപാടികളാണ് നമ്മൾ ഈ പരിപാടികളുമായിട്ട് ബന്ധപ്പെട്ട് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ഇതിൽ പഠനവുമായി ബന്ധപ്പെട്ടുള്ള പരിപാടികളുണ്ട്, അതുപോലെ പഠനേതരമായിട്ടുള്ള പരിപാടികളുണ്ട്. ഈ പരിപാടികൾക്ക് എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ്. ഇനി നമ്മോട് സംസാരിക്കാൻ പോകുന്നത് ഈ പരിപാടിയുടെ കൺവീനറായ ശിവാനന്ദ മാഷാണ്. ഒരു നൂറ്റാണ്ടിൻ്റെ കർമ്മസാക്ഷിയായി നിരവധി തലമുറകൾക്ക് അക്ഷരപുണ്യം പകർന്നു നൽകിയ നമ്മുടെ AUPS പുളിയക്കോടിൻ്റെ 100ാം വാർഷികം ആഘോഷിക്കുകയാണ്. 100ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ അതിൻ്റെ പേര് ശതാരവം 2K25 2K26 എന്നാണ്. ഈ ശതാരവം എന്ന ആഘോഷ പരിപാടിയിൽ 100 കർമ്മ പരിപാടികളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അത് നമ്മുടെ കുട്ടികൾക്ക്, നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ സമഗ്ര പുരോഗതിയാണ് അത് ലക്ഷ്യം വയ്ക്കുന്നത്. കുട്ടികളുടെ പഠന സമയം ഒട്ടും നഷ്ടപ്പെടാത്ത രീതിയിൽ PTA, സ്കൂൾ മാനേജ്മെൻറ്റ്, അധ്യാപകർ ഇവരെല്ലാം കൂടി ഇവരുടെ നേതൃത്വത്തിൽ തീരുമാനിച്ചിട്ടുള്ള 100 കർമ്മ പരിപാടികളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ 100 കർമ്മ പരിപാടികൾ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ നാട്ടിലെ വിവിധ തുറകളിൽപ്പെട്ട വയോജനങ്ങൾ, കർഷകർ, കർഷക തൊഴിലാളികൾ, കുടുംബശ്രീ, ഹരിതസേന, നമ്മുടെ വിവിധ ക്ലബ്ബുകൾ, നമ്മുടെ സേനകൾ, നമ്മളെ വിരമിച്ചിട്ടുള്ള അധ്യാപകർ, അതായത് നാനാതുറ ആരോഗ്യ പ്രവർത്തകർ, നമ്മുടെ സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നമ്മുടെ സ്കൂളുമായി അടുപ്പിക്കുന്ന ഒരു പരിപാടിയാണ്. എല്ലാവരുടെയും സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഈ ശതാരവം 100 കർമ്മ പരിപാടികൾ വിജയിപ്പിക്കാൻ സാധ്യമാവും. അതുകൊണ്ട് തന്നെ ഒരിക്കൽ കൂടി എല്ലാവരുടെയും സഹകരണം ഇതിന്റെ വിജയത്തിനായി അഭ്യർത്ഥിക്കുകയാണ്. 2025-26 അധ്യയന വർഷത്തിൽ LKG UKG സെഷൻ പുതിയ കെട്ടിടത്തിലേക്ക് മാറുന്നതായി സ്കൂൾ മാനേജ്മെന്റ് അറിയിച്ചു. ആധുനിക സൗകര്യങ്ങളോട് കൂടിയ കെട്ടിടത്തിലേക്ക് LKG UKG വിഭാഗം മാറുന്നതോടെ ഭൗതിക സാഹചര്യത്തിൽ മറ്റൊരു ചുവടുവെപ്പ് കൂടി നടത്താൻ ഒരുങ്ങുകയാണ് പുളിയക്കോട് AUP സ്കൂൾ.
ശീതീകരിച്ച ക്ലാസ് റൂമുകളും ആധുനിക മറ്റ് സംവിധാനങ്ങളും ഒരുക്കുന്നതോടെ 100-ാം വർഷത്തിൽ മറ്റൊരു പൊൻതൂവൽ കൂടി ചാർത്തപ്പെടുകയാണ്. സ്കൂൾ തുറക്കുന്നതിന് മുൻപായി ടെക്സ്റ്റ് ബുക്കുകൾ, നോട്ട് ബുക്കുകൾ, യൂണിഫോം എന്നിവ വിതരണം പൂർത്തിയാക്കി മറ്റൊരു ചുവടുവെപ്പിന് ഒരുങ്ങുകയാണ് നമ്മുടെ വിദ്യാലയം. അടുത്ത വർഷത്തേക്കുള്ള യൂണിഫോം വിതരണം 2 തവണ വിതരണം നടത്തി കഴിഞ്ഞിരിക്കുകയാണ്. തൊട്ടടുത്ത ദിവസങ്ങളിൽ ടെക്സ്റ്റ് ബുക്ക് വിതരണവും നോട്ട് ബുക്ക് വിതരണവും അവസാനഘട്ട യൂണിഫോം വിതരണവും പൂർത്തിയാക്കുമെന്ന് സ്കൂൾ അധികൃതർ. കായിക മേഖലയിൽ കുട്ടികൾക്കുള്ള താൽപര്യം വർദ്ധിപ്പിക്കാനും അവധിക്കാല അനുഭവ സമ്പത്താക്കാനും വേണ്ടി പുളിയക്കോട് AUP സ്കൂൾ PSLE ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. മാജിക് ലാൻഡ് ടർഫിൽ വെച്ച് നടന്ന ടൂർണമെന്റിൽ നിരവധി കുട്ടികൾ വിവിധ വിഭാഗങ്ങളായി പങ്കെടുത്തു. ടൂർണമെന്റ് രാവിലെ 9 മണിക്ക് ആരംഭിച്ചു. മത്സരത്തിൽ ജേതാക്കളായ ടീമിന് ട്രോഫി വിതരണം ചെയ്തു. 2024-25 അധ്യയന വർഷത്തിലെ മാർച്ച് മാസത്തിൽ നടന്ന ഇഫ്താർ സംഗമവും 7ാം ക്ലാസ്സിലെ കുട്ടികൾക്കുള്ള ഫെയർവെൽ പാർട്ടിയും ഹൃദ്യാനവുമായി മാറി. പുണ്യ റംസാൻ മാസത്തിൽ നടന്ന ഇഫ്താർ മീറ്റിൽ PTA എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, നാട്ടിലെ സാമൂഹ്യ രാഷ്ട്രീയ മേഖലകളിലെ പ്രമുഖർ, മാനേജ്മെന്റ് പ്രതിനിധികൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.